രണ്ടാമത്തെ കാര്യം, അനു ഒരു കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും. ഇന്നലെ ഏഷ്യാനെറ്റിൽ ഒരു പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആദിലയും അനുമോളും കടന്ന് കിച്ചണിൽ ഭയങ്കര രീതിയിൽ അടി ഉണ്ടാക്കുന്നു. എന്നാൽ ഈ അടി ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വ്യക്തമായിട്ട് ബിഗ് ബോസ് കൊടുത്തൊരു ഇൻസ്ട്രക്ഷന്റെ പേരിലാണ് ഇങ്ങനെ ഒരു അടി ഉണ്ടായ എന്നുള്ള രീതിയിലാണ് ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആദിലയും നൂറയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ മേ ബി ബിഗ് ബോസ് തന്നെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് എന്തെങ്കിലും തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന രീതിയിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. കാര്യം 2 മണിക്കൂറൊക്കെ ഒരു കാരണവശാലും ഇവരതിനകത്ത് പിടിച്ചിരുത്തി സംസാരിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഷോ തീരാറാവുന്ന ഈ ഒരു സമയത്ത്. ഇത് മാത്രമല്ല, ഇന്നലെ ഈ പണപ്പെട്ടിയുടെ ടാസ്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പക്ഷേ മേ ബി ഇനി ആ ഒരു കാര്യത്തിൽ ഇവരെ കൺവിൻസ് ചെയ്യാനാണോ ഒന്നും ഒരു പിടുത്തവും ഇല്ല. എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇവർക്ക് മാത്രം ഒരു പ്രത്യേകത എന്താണ്, ഇവരെ മാത്രം വിളിച്ച് 2 മണിക്കൂറോളം കൺഫെഷൻ റൂമിലിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മറ്റേ ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനാണെങ്കിൽ ഇതിനകത്ത് എന്ത് റിയാലിറ്റിയാണ് ഇരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള രീതിയിലല്ല നമുക്ക് എല്ലാവർക്കും ഒപ്പം പറയാൻ തോന്നത്തുള്ളൂ. എന്തായാലും എന്താണ് ഇന്നലെ ലൈവിൽ നടന്നതെന്ന് ഞാനിവിടെ കേൾപ്പിച്ചു തരാം. ഗോൾഡൻ ഡയറീസ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ഈ ഒരു വിഷയം ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ നടന്ന സംഭവമാണ്. ഒരു മണിക്കൂറോളം ഏകദേശം, അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. ലൈവിൽ പലതും എഡിറ്റ് ചെയ്തിട്ടുള്ള വേർഷനാണ് വരുന്നത്. നമ്മൾ ലൈവ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോഴും വിചാരിക്കില്ലേ അവിടെ നടക്കുന്ന അതേപോലെ തന്നെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലുമല്ല, ലൈവ് തന്നെ എഡിറ്റഡ് ആണ്, പകുതിയൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും ഈ ലൈവിൻ്റെ ഇടയിൽ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ബാക്കിയോടെ കേൾക്കാം. എന്നിട്ടും ലൈവിൽ 1 മണിക്കൂറോളം ആദിലയും നൂറയും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ സാബുമാനൊക്കെ പറയുകയും ചെയ്തു, ആദിലയും നൂറയും ഒരുപാട് നേരം ആയല്ലോ കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട്, ഇവർ വന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൺഫെഷൻ റൂമിൽ ഇവർ സംസാരിച്ചതോ അവിടെ നടന്നതോ ഒന്നും തന്നെ പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് എപ്പിസോഡിലും ഈ ഒരു സാധനം ഒന്നും വന്നിട്ടില്ല. ഇവരെന്തിനാണ് വെറുതെ കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തേണ്ട ആവശ്യം? ഒരിക്കലുമില്ല. എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉടായ്പകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൺഫെഷൻ റൂമിൽ ഇത്രയും നേരമൊക്കെ വിളിച്ചിരുത്തത്തുള്ളൂ. അല്ലാതെ എന്തിൻ്റെ പേരിലാണ് ഈ വിളിച്ചിരുത്തേണ്ടത്? എന്തായാലും അതും പോട്ട്, ഈ വിളിച്ചിരുത്തിയതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്ര പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഇതിനകത്ത് വ്യക്തമാണ്, അനുമോൾക്കെതിരെ എന്തെങ്കിലും വല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവരെ ഒരു പക്ഷേ കൺഫെഷൻ റൂമിൽ വിളിച്ചത്. കാര്യം ഇവരെ കൺഫെഷൻ റൂമിൽ വിളിക്കുന്നു, പിന്നെ തൊട്ട് പിന്നാലെ ഇപ്പോൾ ഒരു പ്രൊമോ വരുന്നു, അനുമോളും ആദിലും തമ്മിലുള്ള ഒരു അടി ഉണ്ടാവുന്നു. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട്. ഒരിക്കലും നമുക്ക് ഈ ഒരു വിഷയം തള്ളി പറയാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും സീസണുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സീസണുകളിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പലരെയും പുറത്തിറക്കിയിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്, പല വിഷയങ്ങളും നമ്മൾ കണ്ടതാണ്. ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ഇവർക്ക് എന്തോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അനുമോൾക്കെതിരെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഈ പണപ്പെട്ടിയായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഇടപെടൽ വന്നിട്ടുണ്ട്. പ്രേക്ഷകരാണ് അന്തിമ വിധി എഴുതുന്നത്. പ്രേക്ഷകർ അറിയാത്ത ഒരു ഈച്ച പോലും പാറില്ലെന്നാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയാറ്. 1.5 മണിക്കൂറിലധികം തന്നെ ആദിലയും നൂറയും വീട്ടിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലായിരുന്നു. അത് പ്രേക്ഷകരെ കാണിച്ചില്ല. എപ്പിസോഡിൽ കാണിക്കുന്ന കരുതി വെയിറ്റ് ചെയ്തു, BB+ലും കാണിക്കുന്ന കരുതി വെയിറ്റ് ചെയ്തു, അതിലൊന്നും കാണിച്ചിട്ടില്ല. എന്ത് പറ്റി ബിഗ് ബോസേ? ആദിലയും നൂറയുമായിട്ട് എന്താ പ്രേക്ഷകർ അറിയാത്ത, അല്ലെങ്കിൽ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ ആരും അറിയാൻ പാടാത്ത എന്ത് ഡിസ്കഷനാണ് നടന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് പ്രേക്ഷകരല്ലേ അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനങ്ങളെ പൊട്ടന്മാരാക്കുമല്ലേ. ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഒരു ഷോ കണ്ട് ഇത് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. സത്യം പറഞ്ഞാൽ അങ്ങേറ്റം ഉടായ്പല്ലേ കാണിക്കുന്നത്. ഈ ഒരു വിഷയം BB+ലും വന്നിട്ടില്ല, എപ്പിസോഡിലും വന്നിട്ടില്ല. എന്തുകൊണ്ട് മുക്കിയെന്ന് അറിയത്തില്ല. എന്തായാലും നൈസായിട്ട് കൊടുത്ത സ്ക്രിപ്റ്റാണത്, അല്ല വേറെ ഒന്നുമല്ല. അനുമോൾക്കെതിരെയുള്ള പരിപാടി. അല്ലാതെ ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ട പോലെ ആദ്യം ഇപ്പോൾ ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യം അവിടെ ഇല്ല, അല്ലേ? വീക്ക് നടക്കുകയാണ്. ഇവർ കിട്ടുന്ന എമൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏത് അക്കൗണ്ടിൽ ഇടണം എന്നൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാവും. കാരണം അവർ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് വന്നത്, പിന്നീടാണല്ലോ 2 കണ്ടസ്റ്റൻസ് ആയത്. അതിൻ്റെ ഡീറ്റെയിൽസോ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് കൂടി വന്നൊരു അരമണിക്കൂർ, അതിൽ കൂടുതൽ ആവശ്യമില്ലല്ലോ. 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 2 പേരും 2 കണ്ടസ്റ്റൻസ് ആക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊന്നും ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് പ്രേക്ഷകർ അറിയാതെ മാറ്റി നിർത്തുന്നത്? ഈ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടാണ് ഈ ഒരു ഷോയിലോട്ട് ചെല്ലുന്നത്. ബാങ്ക് ഡീറ്റെയിൽസും നമ്മുടെ ആധാർ, പാൻ, സകലമാന സാധനങ്ങളും കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇനി അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. അഥവാ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണെങ്കിൽ പോലും കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ എന്തിനാണ് അവരെ അതിനകത്ത് പിടിച്ചിരുത്തണ്ടേ? ഒരിക്കലുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ട് എന്തോ കാരണമുണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ ഇടുന്ന എൻ്റെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് അനുമോൾക്കെതിരെ ആര് നിൽക്കുന്നോ അവർക്ക് ഭയങ്കര രീതിയിലുള്ളൊരു സപ്പോർട്ടായിരിക്കും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നിങ്ങൾ നോക്കിയാൽ അത് ലാലേട്ടൻ്റെയൊക്കെ എപ്പിസോഡിനകത്ത് അനുമോൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലാലേട്ടനൊക്കെ ഭയങ്കര രീതിയിൽ
സപ്പോർട്ടോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനി ഇന്ന് ലൈവിൽ നടന്ന അടി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദിൽ നല്ല രീതിയിൽ അനുമോളെ ഫയർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദിലയുടെ ഒരു തനി കോണം ഇതിൽ നിന്ന് മനസ്സിലാക്കും. അതായത് കച്ചറ സംസാരം, നീ കെട്ടിലമ്മയാണോടി, നിന്റെ അണ്ണാക്കി കൊണ്ടുവന്ന് ഒഴുക്കി, ഇതേ രീതിയിലൊക്കെയാണ് ഇവള് സംസാരിക്കുന്നത്. അതായത് ഇതിനൊന്നും ബിഗ് ബോസിന് ഒരു വാണിങ്ങും ഒന്നും കൊടുക്കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് മുന്നേ പറഞ്ഞൊരു കാര്യം. ഇവരെ 2 മണിക്കൂർ ഇവരെ എന്തിൻ്റെ പേരിലാണ് കൺഫെഷൻ റൂമിൽ കയറ്റിയത്? വ്യക്തമായിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ നല്ല രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട്. അതായത് അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണത്, അല്ല വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഇത്രയും സഹകരിച്ച് നല്ല കമ്പനിയായിട്ട് നടന്ന ആദില എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കണം? ഇന്ന് ലൈവിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കേട്ടല്ലോ, അവളെ സംസാരം കേട്ടില്ലേ? ഇവിടെ കെട്ടിലമ്മയല്ല ഇവിടെ ചമയേണ്ടത്, ഭക്ഷണത്തിൻ്റെ പേരിലാണ് ഈ അടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ആണ്. അതായത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കറിയും ചോറും കൊടുക്കുന്ന സമയത്ത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ കൊടുത്തില്ല. അതിൻ്റെ പേരിലാണ് ഈ അടി ഉണ്ടാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ അനീഷൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് ഷാനവാസൊക്കെ ഈ ഒരു വിഷയം എന്താണെന്ന് പോലും കണ്ടിട്ടില്ല. എന്നിട്ട് തന്നെ ഷാനവാസ് ഇത് ഏറ്റുപിടിച്ചിട്ട് അനിമോളെ കുറ്റം പറയുന്നുണ്ട്. അനീഷ് അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അതായത് അനീഷ് പറഞ്ഞു സാബുമാൻ്റെ പാത്രത്തിൽ കറക്റ്റായിട്ടുള്ള കറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇത് അനാവശ്യമായിട്ടാണ് ഇതിപ്പോൾ ഇവിടെ സംസാരം നടന്നതെന്ന് തന്നെ വ്യക്തമായിട്ട് അനീഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. അന്നേരം ഇവിടെ ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയത് ആരാണ്? ഈ ആദിലയാണ്. ആദിലയുടെ വായിൽ നിന്ന് ദേഷ്യം വരുമ്പോൾ ഉള്ള സംസാരം ഉണ്ടല്ലോ, ഒരു എന്ത് പറഞ്ഞിട്ട് ചത്ത് കിടക്കുന്ന ഒരു ഇന്നീറ്റ് അടിക്കുമെന്ന് പറയത്തില്ലേ, ആ രീതിയിലുള്ള സംസാരമാണ് ഇവിടെ സംസാരിക്കുന്നത്. കേട്ടല്ലോ, ഈ ഒരു വിഷയത്തിൽ ആദില പ്രതികരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ തുറന്ന് ചുണയുണ്ടെങ്കിൽ ഒന്നുകൂടി പറയടി, നീ പറഞ്ഞു നോക്ക്, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇവളാരാന്ന് ഇവളുടെ വിചാരം? ഇവളാരാ ലേഡി ഗുണ്ടയെങ്ങാണോ? ഇവക്ക് ആര് കൊടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള റൈറ്റ്സ്? അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിലുള്ള പരിപാടിയുണ്ട്, അല്ല വേറെ ഒന്നുമില്ല, നല്ല ഗൂഢാലോചനയുണ്ട്. കാര്യം ഇത് അനുമോൾക്ക് ഇട്ട് നൈസായിട്ട് കൊടുത്ത പണിയാണ്. കാര്യം നെവിന് ലാലേട്ടൻ നല്ല രീതിയിൽ നെവിന് കൊടുത്തതിന് ശേഷം നെവിൻ അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട്. നെവിന് മനസ്സിലായി ഇനി എന്തെങ്കിലും കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഈ ഷോയിൽ നിന്ന് വെളിയിലാവുമെന്ന്. അപ്പോൾ ഇനി പിടിക്കാനുള്ളത് ആദിലെ നൂറയാണ്. അപ്പോൾ ആദിലെ കൺവിൻസ് ചെയ്തതിൻ്റെ പേരിലാണ് ആദിലെ ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് കാണിക്കുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള ഷോ ഓഫാണ് ഈ കാണിക്കുന്നത്. ഇവളെന്തോ വലിയ സംഭവമാണ്, ഇവളെ വെച്ചാൽ ചാരുമില്ലെന്നുള്ള രീതിയിലാണ്. ഭക്ഷണത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ അവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ അനുമോളുടെ ഭാഗത്ത് നിന്ന് കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത്തിരി ഓവറായിട്ടുള്ള പെർഫോമൻസ് ഭയങ്കര കൂടുതലാണ്. പല വിഷയങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആദിലെ ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കാനായിട്ടുള്ള തെറ്റൊന്നും അവിടെ അനുമോൾ ചെയ്തതായിട്ട് എൻ്റെ കണ്ണിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൂടെ നല്ലൊരു ഫ്രണ്ടെന്നും പറഞ്ഞിട്ട് കൊണ്ടു നടന്ന വ്യക്തിയാണ്. എന്നിട്ട് ഇപ്പോൾ അവസാനം എങ്ങനെയായി? ഈ ആൾക്കാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നിൽ നിന്ന് കുത്തുന്നത്. ഇപ്പം ഇനിയെങ്കിലും ഈ ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കുക. ഞാൻ ഈ ഭക്ഷണത്തിൻ്റെ കേസൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല, എനിക്ക് അതിന് താല്പര്യമില്ല. പക്ഷേ ഇവിടെ എനിക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ആദിലയുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. ഇവളെ ആരാന്ന് ഇവളുടെ വിചാരം? ഇവളെന്തോ അങ്ങ് വലിയൊരു മഹാസംഭവമാണ്, എന്നെ വെച്ചേച്ച് ആരുമില്ല. അതായത് ഒന്ന് പറഞ്ഞ രണ്ടിനും ഈ പുള്ളിക്കാരത്തെ ഇങ്ങനെ അടിക്കാൻ പോവുകയാണ്. വായിൽ വരുന്നത് കച്ചറ വർത്തമാനം. ഫേസ്ബുക്ക് ലൈവൊക്കെ നിങ്ങൾ എടുത്തു നോക്കണം. ഓരോ ആൾക്കാരും പോയി ആദില നൂറയുടെ ഫേസ്ബുക്ക് ലൈവുകൾ എടുത്ത് നോക്കണം. ഈ ആദില പറയുന്ന വൃത്തികെട്ട കുറേ വാക്കുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കേൾക്കാൻ പറ്റും. ലൈവിനകത്ത് വന്നിരുന്ന് തോന്നിവാസങ്ങൾ സംസാരിക്കുന്നത്, ആ സംസാരമാണ് ഇവള് സംസാരിക്കുന്നത്. ഇവളെ സംസാര രീതി കണ്ടില്ലേ? ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ടീമുകളൊക്കെയാണ് അതിനകത്തോട്ടൊക്കെ പിടിച്ച് കയറ്റുന്നത്. ഇവളെന്തിനാണ് തോന്നുന്നു ഇത്രയും കിടന്ന് നമ്മുടെ ഷോ ഉണ്ടാക്കുന്നത്? എന്തായാലും ഇത്രയും വിഷയങ്ങളൊക്കെയാണ്. എന്തായാലും എപ്പിസോഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഈ ആദിലൊന്നും ഒരു കാരണവശാലും അനുമോൾ അടുപ്പിക്കരുത്. കാര്യം ഇനി ഫിനാലയിലോട്ട് കണ്ട് കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് തന്നെയായിരിക്കും ദോഷം, അത്രയേ ഉള്ളൂ. കാര്യം ഈ കിച്ചനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കും, ഈ ആഴ്ചയിൽ ഇവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കിച്ചനെ ചുറ്റിപ്പറ്റിയിട്ടാണ്, അല്ലാതെ അവിടെ ഒരു രീതിയിലുള്ളൊരു കണ്ടന്റ് ഇല്ല. ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ,
ഈ സീരിയൽ കാണുന്നതാണ് ഇതിനെക്കാട്ടും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ട സമയത്ത്. എന്തോ ശരിക്കും പറഞ്ഞാൽ കാണിച്ചു കൂട്ടുന്നത്, ഒരു കണ്ടസ്റ്റൻസ് ഒരു രീതിയിലുള്ള കണ്ടന്റും കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി അനുമോളുടെ PR-ന്റെ വിഷയമായിട്ട് ചുറ്റിപ്പറ്റി പുറത്ത് കുറച്ച് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പുറത്തെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ ഇന്ന് രാവിലെ ബിഗ് ബോസിൽ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ആശയം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ് ചെയ്ത എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച് മേടിച്ച വണ്ടികളോ അല്ലെങ്കിൽ വീടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അനുമോൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ PR എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. എനിക്കെല്ലാം സെലക്ട് ചെയ്യും. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 12-13 വയസ്സ് മുതലാണ് ഞാൻ സ്വന്തമായിട്ട് കാശ് സേവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അച്ഛൻ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിയത്. അപ്പം എനിക്കും ചേച്ചിക്കെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്യൂഷനും പഠിപ്പിച്ച് അങ്ങനെയൊക്കെയാണെന്ന്. പിന്നെയാണ് ഞാൻ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അപ്പോഴാണ് ഞാൻ വീണ്ടും കാശ് ചെറുതിൽ മുതൽ ഞാൻ ഇങ്ങനെ കാശ് സേവ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ അടിച്ചു തീർത്തില്ല, ആവശ്യത്തേക്ക് ഒരുപാട് കാശ് ഞാൻ സ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഓക്കെ, അനുമോൾ ചുരുക്കി പറഞ്ഞ ഒരു പിശിക്കുക എന്നുള്ള രീതിയിലാണ് അനുമോളുടെ ചുറ്റിനുള്ള ആൾക്കാർ തന്നെ പറയണത്. അപ്പോൾ അത് മാത്രമല്ല, അനുമോളുടെ അച്ഛൻ ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പോൾ ഇവർ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലൂടെയാണ് ഇവരിപ്പം ഈ ഒരു നിലയിലെത്തിയത്. അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, 16 ലക്ഷം രൂപയൊക്കെ ഈ പുള്ളിക്കാരത്തി PR-ന് എടുത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ? ഒബ്വിയസ്ലി PR കാണുമായിരിക്കാം, പക്ഷെ അത് ഇത്രയും ലക്ഷക്കണക്കിനോ രൂപ ഇത്രയും സ്പെൻഡ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും അതിനകത്ത് വിശ്വസിക്കുന്നില്ല. ഇത്രയും ലൈഫിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തുകയെന്ന് പറയണത് അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. പുള്ളിക്കാരത്തി ഇതിനകത്ത് കാറ് മേടിക്കുന്ന കാര്യം പറയുന്നുണ്ട്, വീട്ടിൻ്റെ മുകളിലത്തെ നില എങ്ങനെയാണ് കെട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ കഷ്ടപ്പാടിലൂടെയൊക്കെ വന്ന വ്യക്തി ഇത്രയും ലക്ഷം രൂപയൊക്കെ ആ പുള്ളിക്കാരത്തിൻ്റെ കൈ കാണുമോ? അതായത് ഈ PR-ന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെ പറ്റിയിട്ട് ലക്ഷ്മി നക്ഷത്രയും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്ന വീഡിയോസ് ഞാൻ ഇവിടെ കാണിക്കാം, അല്ലെങ്കിൽ ബാക്കിയോടെ കേൾക്കാം. അപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആര്യനാടൊരു വീടുണ്ട്. അച്ഛൻ ഒറ്റ നിലയായിട്ടാണ് അത് കെട്ടിയിരുന്നത്. 2 റൂമും പിന്നെ 3 റൂമും ഒരു ഹോൾ അങ്ങനെയായിട്ട്. അപ്പം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് പിന്നെ എൻ്റെ അച്ഛൻ ജോയിൻ്റെ അച്ഛൻ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു ഇന്ന് കുറച്ച് നാൾ വരെയാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലോട്ടൊക്കെ ചെന്ന് കയറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പം ഈ ഒരു പ്രായത്തിൽ അനുമോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ലൈഫിൽ നേടുക എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത്, ഈ ഒരു ഷോയിൽ അനുമോൾ കപ്പടിച്ച് കഴിഞ്ഞാലും ഒരു മനുഷ്യരും അംഗീകരിക്കാൻ പോകുന്നില്ല. അതായത് ആൾക്കാർ പറയും, അത് പൈസയുടെ ബലത്തില്ല, PR-ൻ്റെ പേരിൽ ജയിച്ച്, അല്ലാതെ അതിന് എന്ത് വാല്യൂ ആണോ ഉള്ളത്, ആ രീതിയിൽ വരുത്തി തീർക്കും. ഇവിടെ കിട്ടിയില്ലേ, ഓരോ പൈസയുടെയും വില നല്ല വൃത്തിയായിട്ട് ഈ വ്യക്തിക്ക് അറിയാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരത്തി ഇത്രയും പൈസ ഈ PR-ന് വേണ്ടി സ്പെൻഡ് ചെയ്യുമോ? അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ആർക്കും അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് കാശ് ഞാൻ കൂട്ടിയതുപോലെ ഗോൾഡ് വാങ്ങിച്ച് വെച്ചാണ് ഞാൻ ഈ പറയുന്ന പോലെ അതിനെ കാശാക്കിയിട്ട് ഗോൾഡിനെ കൊണ്ട് വിറ്റിട്ടാണ് ഞാൻ മുകളിലത്തെ റൂം ഒരു 2 റൂം ഹോളും ടോയ്ലറ്റൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കെട്ടി ഉയർത്തിയത്. പുതിയതായിട്ട് ഒന്നും മേടിക്കാറില്ല. TV ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ഇനി വാഷിംഗ് മെഷീൻ ആണെങ്കിലും കാറാണെങ്കിലും സ്കൂട്ടർ ആണെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഒന്നും പുതിയത് മേടിക്കാറില്ല. അപ്പോൾ ഓക്കെ, അതായത് ഇനാഗ്രേഷനിലൊക്കെ പോയി കിട്ടിയ പൈസയും കൊണ്ട് ഏകദേശം ഒരു 9 ലക്ഷം രൂപ പുള്ളിക്കാരത്തി സ്വരുക്ക് കൂട്ടി വെച്ചിട്ട് വണ്ടി എടുത്തു. 18 ലക്ഷം രൂപയുടെ വണ്ടിയാണ് എടുത്തത്. അതായത് 9 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കി മന്ത്ലി EMI ആയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടി എടുത്തേക്കുന്നത്. ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പുള്ളിക്കാരത്തി നിലവിൽ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയണത്. അപ്പം ഇനിയെങ്കിലും PR-ഉം കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാർ പൊക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അല്ല, അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഈ പറയുന്ന രീതി ഭയങ്കര രീതിയിലുള്ള പൈസക്കാരിയോ കാര്യമൊന്നും അല്ല. ഒരു അത്യാവശ്യം പുള്ളിക്കാരത്തേക്ക് ഷോയും കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്ന പൈസയും കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വ്യക്തിയാണ് 16 ലക്ഷം രൂപ PR ടീമിന് കൊടുത്ത് അതിനകത്തോട്ട് കയറി ചെന്നേക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അനുമോൾക്ക് ഓൾറെഡി ഒരു ജെന്യുവിൻ ഫാൻസ് ഉണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. കാര്യം ഈ പുള്ളിക്കകത്ത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഈ അനുമോളെ പറ്റിയിട്ട് നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് ഉണ്ട് അതിന്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പുറത്ത് കുറേ ജെന്യുവിൻ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ട് അനുമോളെ. അപ്പോൾ അതുപോലും മനസ്സിലാക്കാൻ കുറേ ആൾക്കാർക്ക് വിവരമില്ല. ഈ ഒരു PR-ൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ അഖിൽമാരാർ കുറച്ച് കാര്യം പറയുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. അങ്ങനെ പറയുന്നത് ഈ ഷോയിൽ അനുമോൾക്ക് കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം എടുത്ത് നോക്കുമ്പോൾ അത്രയും വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പൊട്ടരാക്കുന്നത് തുല്യമായിരിക്കും. PR-നൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് വോട്ടിങ്. എത്ര വോട്ട് ചെയ്യാം? ഹോട്ട്സ്റ്റാറിൽ ഒരു അക്കൗണ്ട് എടുത്തെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റും. 1000 വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 അക്കൗണ്ട് വേണ്ടേ? 1000 പേരുമായിട്ട് PR ഡയറക്റ്റ് വോട്ടിങ് സംസാരിച്ചിട്ടില്ല. അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ഓൾറെഡി ബിഗ് ബോസിന് മുന്നേ ഉണ്ടല്ലോ, അവർ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അനുമോളെ ഇഷ്ടപ്പെടുന്നവർ തെറ്റാണോ ഇപ്പോൾ വന്നത്? കേട്ടല്ലോ, അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജെന്യുവനായിട്ടുണ്ട്, അതായത് ബിഗ് ബോസിന് മുന്നേ ഉണ്ട്. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും വീഡിയോയ്ക്കകത്ത് പറയണത്. അത് മാത്രമല്ല, ഇതിനകത്ത് മാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ PR-നൊക്കെ ഒരു പരിധിയുണ്ട്.
അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാര്യം നമ്മൾ ഹോട്ട്സ്റ്റാറിൽ എപ്പോഴും ഒരു അക്കൗണ്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന ഡിഫറെൻറ്റ് അക്കൗണ്ടുകൾ എടുക്കണമെങ്കിൽ ഓരോ മൊബൈൽ നമ്പേഴ്സ് വെച്ച് ലോഗിൻ ചെയ്ത് ഓരോ ആൾക്കാരെയും കൊണ്ട് നമ്മൾ OTP വരും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വെറുതെ വായ്ത്താളം അടയ്ക്കാൻ പറ്റും. PR എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കി വെക്കാൻ പറ്റും. അല്ലാതെ PR കൊണ്ടൊന്നും ഒരിക്കലും ജയിക്കുന്ന കാര്യമൊന്നും നടക്കുന്ന കേസൊന്നുമല്ല. അതിനെങ്കിലും മനസ്സിലാക്കി. ആഫ്റ്റർ ഓൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, മനസ്സിലായില്ലേ? ജനങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തി കൊള്ളാം, അവർ ജെന്യുവിനാണ്, പാവമാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യും. അല്ലാതെ PR എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ആർക്കും കപ്പടിക്കാം അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും ഒരു മനുഷ്യർക്കും വേണ്ട. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇനി ലക്ഷ്മി നക്ഷത്ര പറയുന്ന കുറച്ച് കാര്യം കേൾപ്പിക്കാം. എനിക്ക് 16 ലക്ഷം എന്നൊക്കെ കേട്ടിട്ട് ആക്ച്വലി ചിരിയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ 7 വർഷമായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനും അനുവും തമ്മിൽ കാണും. കാരണം സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട്, ടമാർ പടാറിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ മാസത്തിൽ നമുക്ക് 4-5 സ്കെഡ്യൂൾസ് ഒക്കെയാണ് വരിക. അനു എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. ഒന്നാമത്തെ കാര്യം, തമാശ പോലെ പറയാം, അനു അധികം കാശ് ചെലവാക്കില്ല. അനു അത്യാവശ്യം നല്ല പിശുക്കിയാണ്. പിശുക്കി എന്നുള്ളത് നല്ല ആസ്പെക്റ്റിൽ പറഞ്ഞതാണ് കേട്ടോ. കാരണം അവൾക്കറിയാം കാശിന്റെ വില എന്താന്നുള്ളത്. കുട്ടിക്കാലം മുതൽ അവളുടെ ഫാമിലിക്ക് വേണ്ടി ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കേട്ടല്ലോ, അതായത് പൈസയുടെ വില എന്താണെന്ന് മനസ്സിലാക്കി വന്നൊരു വ്യക്തിയാണ്. 16 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും വിശ്വസിക്കുന്നില്ല. ആൾക്കാർ തന്നെ ഞെട്ടുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ കുറേ PR ടീമുകളുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ള പണികളെടുക്കുന്ന കുറച്ച് ആൾക്കാർ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു റിപ്പീറ്റഡ്ലി കമൻറ്റുകൾ ഇടുക, കോപ്പി പേസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലോട്ട് ഇങ്ങനെ ഒരു സാധനം കുത്തി നിറച്ചതാണ്. അപ്പോൾ അതിന് പോരാത്തതിന് ബിന്നി എന്ന് പറയുന്നൊരു വ്യക്തിയും വന്ന് ഈ ഒരു സാധനം ഇട്ട്. അപ്പം ബിന്നി ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് ഈ ഒരു സാധനം പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നിയുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് എനിക്കത് ജെനുവിനായിട്ടാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങോട്ട് അത് അത്ര അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും തീർന്നിട്ടില്ല. ഇനി കാറെടുത്ത കഥ ഉൾപ്പെടെ ലക്ഷ്മി നക്ഷത്ര പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അനു ഒരു കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും ആൾക്കാർ പറഞ്ഞിട്ടാണ് അവളുടെ ഒരു കാർ എടുക്കുന്നത്. അതും എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ടെൻഷനാണ്, ഇതെനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ. ഈ കാർ എടുക്കാൻ പറയാൻ കാരണം തന്നെ അവൾ ഇനോഗ്രേഷൻസിനൊക്കെ പോകുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രെയിനിലും ബസ്സിലും അതൊന്നും എന്താ പറയാ മോശമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളും എല്ലാവരും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നത്. പക്ഷെ അനു ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ സീരിയൽ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ 11 മണിക്ക് നെക്സ്റ്റ് ഡേ കാലത്ത് 9 മണിക്ക് ഇനോഗ്രേഷൻ എന്നുണ്ടെങ്കിൽ ഇവള് തട്ടമൊക്കെ ഇട്ട് കിട്ടിയ ബസ്സിൽ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു. തട്ടമൊക്കെ ഇട്ട് പർദ്ദയൊക്കെ ഇട്ടിട്ടായിരിക്കും അനുഭവം ഉണ്ടാവുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അതായത് അനു ലോറിക്ക് കൈ കാണിച്ച് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ടെന്ന്. ഇത് തമാശ മട്ടിൽ നോബിച്ചേട്ടൻ പറഞ്ഞതാണെങ്കിലും അന്ന് ആ ഫ്ലോറിലേക്ക് അവള് വന്നത് 3 മണിക്ക് പാലക്കാട് പർദ്ദ ഇട്ടിട്ട് കൈ കാണിച്ച് ഏതോ ഒരു തമിഴന്റെയോ ഏതോ ഒരു ലോറിയിൽ കൈ കാണിച്ചിട്ടാണ് അവള് കയറി വന്നത്. അന്ന് നമ്മൾ കുട്ടിയെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ എക്കണോമിക്കൽ ആക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് അനു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈവൻ കേട്ടല്ലോ. അതായത് പുള്ളിക്കാരത്തി അത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിൽ വന്നെത്തിയതാണ്. ആ വ്യക്തി ഒരു കാരണവശാലും PR വേണ്ടിയിട്ട് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യത്തില്ല എന്നാണ് പറയണത്. ഓക്കെ, എനിക്കും അങ്ങനെയാണ് അത് എനിക്ക് കേട്ടപ്പോൾ തോന്നുന്നത്. പുള്ളിക്കാരത്തിലുള്ള ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ബിന്നി ഇത് ഭയങ്കര ജെനുവിനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള തരത്തിൽ ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ. ബിന്നി എന്ന് പറയുന്ന ആൾക്കും ഈ പറയുന്ന PR കാര്യങ്ങളൊക്കെ ഉണ്ട്. അതില്ലെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിന് എത്ര ലക്ഷത്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.